ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോ വിന്റർ സീസണിലാണ്. വിന്റർ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്ന് ഒന്ന് എക്സ്ട്രാ ഡ്രൈ ആവും അല്ലെ. സ്കിന്നിലെ മോയ്സ്ചറൊക്കെ പെട്ടെന്ന് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വിന്ററിൽ നമ്മൾ സ്കിന്നിന് കുറച്ച് എക്സ്ട്രാ കെയറും കൂടെ കൊടുക്കണം. സോ ആ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടതിൽ ഞാൻ കണ്ടുപിടിച്ചെന്നല്ല, ഞാൻ ചെയ്യുന്നതും എനിക്ക് അറിയാവുന്നതായിട്ടുള്ള ഒരു 10 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമേ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വീഡിയോ. നമുക്ക് ഇപ്പൊ പൊതുവെ എല്ലാവരും സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാരും ഒരു ചെറിയ സ്കിൻ കെയർ എങ്കിലും ചെയ്യാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല് കേട്ടോ. ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇത് എന്താ പറയാ, കുറെ പ്രോഡക്ട്സിനെ പറ്റി പറയുന്നതല്ല, ജനറൽ ആയിട്ടുള്ള ഒരു 10 പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് നമ്മുടെ സ്കിന്ന് നമ്മൾ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ചില ടൈമിൽ എക്സ്ട്രാ ഡ്രൈ ആവും. ചിലരുടെ സ്കിന്ന് നോർമലി ഒരു ഡ്രൈ സ്കിൻ ആയിരിക്കും. ചിലർക്ക് ഓയിലി സ്കിൻ ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ഉണ്ടാവാം, സെൻസിറ്റീവ് സ്കിൻ ഉണ്ടാവാം. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന പോയിന്റ്സുകൾ മോസ്റ്റ്ലി റിലേറ്റഡ് ടു ഡ്രൈ സ്കിൻ ആണ് കേട്ടോ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അപ്ലൈ എ ഹെവി മോയ്സ്ചറൈസർ. കുറച്ച് ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സിന്റെ ഫാനാണ് കേട്ടോ. അതായത് ലോഷൻസ്, അങ്ങനെ ലൈറ്റ് ആയിട്ട് എന്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്തത് അറിയാത്ത രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് എനിക്ക് അധികം ഇഷ്ടമുള്ളത്. പക്ഷെ വിന്റർ ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് കിട്ടിയെന്ന് വരില്ല. കുറച്ച് ഹെവി ആയിട്ടുള്ള ഈ ക്രീംസ്, ഒരു ഗ്രീസി ടൈപ്പ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ നമ്മുടെ സ്കിന്നിനെ. അതായത് നമ്മുടെ സ്കിന്നൊക്കെ ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഫ്ലേക്ക്നെസ് വരാം, ക്രാക്സ് വരാം. അപ്പോൾ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് എന്നല്ല, വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന്. നമ്മുടെ ഫേസിൽ മാത്രമല്ല, ബോഡിയിലും കൂടെ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വിന്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലരുടെ കയ്യിലൊക്കെ ഇങ്ങനെ വരയ്ക്കുമ്പോ, ചില കയ്യിലൊക്കെ ഇങ്ങനെ നഖം വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അവിടെ ഒരു പാട് വരും. എനിക്കും ചെറുതായിട്ട് വരുന്നുണ്ട്. ഞാൻ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്തിട്ട് പോലും ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും യൂസ് ചെയ്യാത്തവരുടെ കാര്യം ഭയങ്കര കഷ്ടമായിരിക്കില്ല. അപ്പോൾ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ ബോഡിയിലും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലും യൂസ് ചെയ്യണം കേട്ടോ. ചില മോയ്സ്ചറൈസേഴ്സ് ഓൾറെഡി മാർക്കറ്റിൽ വരുന്നുണ്ട്, ഫേസ് ആൻഡ് ബോഡി എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഫേസിലും ബോഡിയിലും ആ സെയിം പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഡ്രിങ്കിങ് അപ് ടു 8 ഗ്ലാസസ് ഓഫ് വാട്ടർ ഇൻ എ ഡേ. അതായത് നമ്മൾ 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. 8 ഇല്ലെങ്കിലും അതിന്റെ താഴെ എങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നമ്മൾ ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ അത്ര തന്നെ അതിലും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇന്റേണലി നമ്മളെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക എന്നുള്ളത്. അപ്പൊ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നും എന്താ പറയാ, ഹൈഡ്രേറ്റ് ആവും. വേറെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അതിന്. വിന്റർ ആയി കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് അധികം അങ്ങനെ ദാഹമൊന്നും ഉണ്ടാവില്ല. എന്നാലും വെള്ളം കുടിക്കുന്നത് ഒരു ശീലാക്കിയാൽ അത് അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ സ്കിന്നിന്. ഈവൻ ഞാൻ എല്ലാ വീഡിയോയിലും, എന്റെ എല്ലാ ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലും ഒക്കെ ചെയ്യുന്നതാണ് രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അത് നിങ്ങളുടെ സ്കിന്നിനെ വിന്റർ ഭയങ്കരമായിട്ടുള്ള ഓവർ ഡ്രൈനെസ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഒരു ഹെൽത്തി ഡയറ്റ് ആണ്. ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, എസ്പെഷ്യലി ഫ്രൂട്ട്സ്, ഈ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ അധികം കഴിക്കുക. ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വൈറ്റമിൻ ആണ്. നമ്മുടെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്നസ് വരാനും അതേപോലെ നമ്മുടെ സ്കിന്നിലുള്ള കൊളാജന്റെ സിന്തസിസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ സി ആണ്. അപ്പൊ സിട്രസ് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുക. പിന്നെ നമുക്ക് വൈറ്റമിൻ സി സീറം നമുക്ക് അപ്ലൈ ചെയ്യാം ടോപ്പിക്കലി. ഓഫ് കോഴ്സ് അത് ചിലപ്പോൾ എല്ലാവർക്കും ആ ഒരു സ്കിൻ കെയർ ഒക്കെ ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് കഴിക്കാന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ ഡയറ്റ്, നമ്മളൊരു ഹെൽത്തി ഡയറ്റ്, മോർ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക എന്നല്ല, കൺട്രോൾ ചെയ്യുക അറ്റ്ലീസ്റ്റ്.
സോ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയ വൈറ്റമിൻ എ, വൈറ്റമിൻ സി ഇതൊക്കെ ഉള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മള് ഈ വിന്റർ സീസൺ ആയി കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ നമുക്ക് തന്നെ ഒരു ടെൻഡൻസി ഉണ്ടാവും ഒരു ഹോട്ട് ഷവർ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഹോട്ട് ബാത്ത്, ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര രസമുള്ള, അല്ലെങ്കിൽ കുളിക്കാൻ തന്നെ മടിയുള്ളവരുണ്ടാവും. അപ്പൊ ചൂടുവെള്ളം ഉണ്ടെന്ന് പറയുമ്പോൾ പോയി കുളിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ നമ്മള് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഹോട്ട് വാട്ടറിന് പകരം നമുക്ക് വാം വാട്ടർ എടുക്കാം. അതായത് ചെറിയൊരു ചൂടുള്ള വെള്ളം. ഈ ഹോട്ട് വാട്ടർ ആകുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാല് ഓൾറെഡി ഇറ്റ്സ് ഹീറ്റ് ആണത്. അപ്പൊ ഹീറ്റ് നമ്മുടെ ബോഡിയിലുള്ള മോയ്സ്ചറിനെയും കൂടെ അത് എടുത്തോണ്ട് പോകും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് വീണ്ടും ഒന്ന് വരണ്ട് വരിക ചെയ്യുക. അപ്പൊ ഒരിക്കലും ഹോട്ട് ഷവർ എടുക്കരുത്, വാം വാട്ടറിൽ നിങ്ങൾക്ക് കുളിക്കാം കേട്ടോ. അതാണ് അടുത്ത പോയിന്റ്. അത് കുളിയുടെ കാര്യം പറഞ്ഞപ്പോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 5th പോയിന്റ് ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോ കുളിക്കുമ്പോ ഇപ്പൊ അധിക പേരും ഇപ്പം ബോഡി വാഷും അതേപോലെ ലൂഫ, സ്ക്രബ് അങ്ങനത്തെ പല സാധനങ്ങളും ഇട്ടിട്ട് കുളിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ വിന്റർ ആയി കഴിഞ്ഞാൽ ഈ ലൂഫ അതേപോലെയുള്ള ഹാർഷ് ആയിട്ടുള്ള സ്ക്രബ് ഒക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ സ്കിൻ ഓൾറെഡി ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരു റഫ് ആയിട്ടുള്ള സാധനം വെച്ച് റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നമ്മൾ ശരിക്കും കൊന്നുകളയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, കുളിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ വിന്റർ സീസണിൽ ഈ ലൂഫയൊക്കെ തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അതേപോലെ കുളിക്കുന്നതിന്റെ മുമ്പേ കുറച്ചു നേരം നമുക്ക് എന്തെങ്കിലും ഓയില്, ഈവൻ കോക്കനട്ട് ഓയിൽ ഓൾസോ ഫൈൻ, കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ അവക്കാഡോ ഓയിൽ, ഇങ്ങനത്തെ എന്തെങ്കിലും ഓയിൽ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഇട്ടിട്ട് കുളിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ നമ്മുടെ സ്കിന്നിന്. ഇത് ആക്ച്വലി ഫസ്റ്റ് പോയിന്റിൽ പറയുന്നതായിരുന്നു മോയ്സ്ചറൈസർ. ഈ ഓയിൽസ് ഒക്കെ മോയ്സ്ചറൈസിങ് ആണ്. ഞാനിപ്പോ കുളിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നതാണ് കേട്ടോ. സോ അതാണ് അടുത്ത പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 6th പോയിന്റ് ആണെന്ന് തോന്നുന്നു, സപ്ലിമെന്റ്സ്. വിന്റർ സീസണിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്ലിമെന്റ് omega-3 ആൻഡ് omega-6 ഫാറ്റി ആസിഡ്സ് ആണ്. ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. കഴിഞ്ഞ വിന്ററിൽ ഞാൻ ത്രൂ ഔട്ട് omega-3 എടുത്തിട്ടുണ്ടായിരുന്നു, ഫിഷ് ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ സ്കാൽപ്പും സ്കിന്നും ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും വിന്റർ ആകുമ്പോൾ. അതേപോലെ ഡാൻഡ്രഫ് എനിക്ക് കൂടുതലായിട്ട് വരും വിന്റർ ആകുമ്പോഴാണ്, ഹെയർ ഫോൾ വരും. അങ്ങനെ വിന്റർ ആകുമ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ എന്താണ് ചെറുത്ത് നിർത്താൻ ഈ ഫിഷ് ഓയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, നിങ്ങൾക്ക് മാർക്കറ്റിൽ എന്താണ് ഭയങ്കര കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഫിഷ് ഓയിൽ. അപ്പൊ ഡെയിലി ഒരു ടാബ്ലറ്റ് വെച്ച് കഴിക്കുകയാണെങ്കിലും നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. പിന്നെ അതിന് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോ സ്കിന്നിന്റെ കാര്യമാണ് പറയുന്നത്. സോ സപ്ലിമെന്റ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ 7th പോയിന്റ് ആണെന്ന് തോന്നുന്നു, 7th പോയിന്റ് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സീസൺ, സൺസ്ക്രീൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു SPF 50 ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീൻ നമ്മൾ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുക. അത് നമ്മുടെ അതായത് സണ്ണിന് എക്സ്പോസ് ചെയ്യുന്ന ഭാഗത്തൊക്കെ സൺസ്ക്രീൻ ഇടണം എന്നാണ്. ഈവൻ ഫേസ്, നമ്മുടെ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമ്മളെ കയ്യില് അങ്ങനെയൊക്കെ ഇടുക. പിന്നെ ഞാൻ എപ്പോഴും എന്റെ കയ്യിൽ ഇടാറുണ്ട്, ഫേസിലെ സൺസ്ക്രീൻ ഇടുമ്പോൾ ഞാൻ എപ്പോഴും എന്റെ കയ്യിലും കൂടെ ഇടാറുണ്ട് കേട്ടോ. സോ സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ്. അത് നിങ്ങൾ എന്തായിട്ട് യൂസ് ചെയ്യുക. പിന്നെ 8th പോയിന്റ് എന്ന് പറയുന്നത്, സൺസ്ക്രീൻ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നമ്മുടെ ലിപ് ബാം യൂസ് ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രൈനസ് കാണുക നമ്മുടെ ലിപ്പിലായിരിക്കും. ഇങ്ങനെ ക്രാക്കിങ്സ് ഒക്കെ വരും, നമ്മുടെ ചുണ്ടാകെ വരണ്ട് പൊട്ടിയിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മള് ഡെയിലി ഒരു എന്താ പറയാ 2-3 ടൈംസ് നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്യാം. ലിപ് ബാം വിത്ത് SPF ഉള്ളതാണ് ഏറ്റവും നല്ലത്. അത് സൺ പ്രൊട്ടക്ഷൻ കൂടിയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് കുറെ പ്രൊഡക്റ്റ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളൊരു ലിപ് ബാം യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്കിന്ന് വല്ലാതെ ഡ്രൈ ആയിട്ട് പൊട്ടില്ല. ഈവൻ ലിപ്സ്റ്റിക് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിപ് ബാം ഇട്ട ശേഷം ലിപ്സ്റ്റിക് ഇടാവുന്നതാണ്. സോ അതാണ് 8th പോയിന്റ്. പിന്നെ 9th പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ക്ലോത്തിങ്സ് വിച്ച് പ്രൊട്ടക്ഷൻ ഫ്രം
പ്രൊട്ടക്ഷൻ വിത്ത് ക്ലോത്തിങ്സ്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ഹീറ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആക്ടിവിറ്റീസ് ചെയ്യുക. അതേപോലെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകില്ലേ, ചില ഡിറ്റർജന്റ് അല്ല, ഡിഷ് വാഷർ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ചിലർക്ക് അലർജി ഉണ്ടാവും. ചിലർ അത് സ്കിന്നിനെ ഡ്രൈ ആക്കുന്ന ചില ആളുകൾക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ ആവുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം. ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ പാത്രം കഴുകുമ്പോൾ, അതേപോലെ തുണി കഴുകുമ്പോഴൊക്കെ ഇങ്ങനെ ഡിറ്റർജന്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കലാണ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് വല്ലാതെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യുക. അതേപോലെ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹീറ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അത് നമ്മുടെ കൈയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് വിന്ററിൽ ഡ്രൈ ആവുന്നത്. നമ്മുടെ കൈ, പിന്നെ അതേപോലെ കാലിന്റെ മുട്ടിന്റെ താഴേക്കുള്ള പോർഷൻ, അവിടെയൊക്കെയാണ് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് കാണാൻ പറ്റുന്നത്. അപ്പൊ കൈക്ക് നമ്മൾ ഗ്ലൗസ് ഇടുക, ബോഡിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോയ്സ്ചറൈസേഴ്സും ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി 10th പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു ഹ്യൂമിഡിഫയർ വീടിന്റെ ഉള്ളിൽ, ഇതെല്ലാവർക്കും പോസിബിൾ ആയിരിക്കണം എന്നില്ല, പക്ഷെ പറ്റുന്നവർക്കൊക്കെ ഒരു വീടിന്റെ ഉള്ളിൽ ഒരു ഹ്യൂമിഡിഫയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോ ഹ്യൂമിഡിറ്റി കൺട്രോൾ ആയാൽ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവില്ല. ഓക്കെ, ഇതെല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല, പക്ഷെ പറ്റുന്നവരൊക്കെ ചെയ്യാട്ടോ. സോ ഇത്രയാണ് ഒരു 10 പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒരു വിന്റർ സ്കിൻ ഹെൽത്ത് ടിപ്സ് എന്റെ സൈഡിൽ നിന്നുള്ളത്. ഇതൊക്കെ കുറെയൊക്കെ ഞാൻ ചെയ്യുന്നതാണ്, പിന്നെ ഞാൻ കുറെയൊക്കെ വായിച്ചിട്ടും കുറെ പേര് ചെയ്യുന്നത് കണ്ടിട്ടൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. സോ നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഭയങ്കര ഡ്രൈ ആയി, അതേപോലെ നമ്മുടെ കാലിന്റെ എന്താണ് പറയുക, കാലിന്റെ മടമ്പില്ലേ, അവിടെ ഇങ്ങനെ പൊട്ടിക്കീറുന്നതും ഈ വിന്ററിൽ ഭയങ്കരമായിട്ട് കാണാറുണ്ട്. അപ്പൊ അവിടെയും നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, കുറെ മോയ്സ്ചറൈസിങ് ഇൻഗ്രീഡിയന്റ് വന്നിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ഞാനിങ്ങനെ ഇന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു 10 പോയിന്റ്സിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്. സോ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.